ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ്, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഇവിടെ നമുക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ പിന്നെ പരിപാടിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആട്ടാ ഇത്. ഈ വീഡിയോയിൽ സ്പെഷ്യലായിട്ടുള്ളത് എൻ്റെ ഉപ്പ തന്നെയാണ്. കാരണം ഉപ്പ നാട്ടിൽ നിന്ന് വന്നായിരുന്നു, കാസർഗോഡ് നിന്ന് വന്നായിരുന്നു. അപ്പോൾ സേബുവായിട്ട് കളിക്കുന്നതായിരുന്നു ഇത്. ഭയങ്കര രണ്ടും നല്ല ജോളിയാണ്. പാപ്പ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും വേണ്ട, ഭയങ്കര അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അല്ല പാപ്പ 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 കണ്ണുകിട്ടേ അല്ല അല്ല പാപ്പ പാപ്പ അവരവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഇല്ല, പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലാറ്റിലോട്ട് പോയിട്ടില്ല. കാരണം അവിടെ ഒരുപാട് ക്ലീനിങ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാ സാധനവും എടുത്തുകൊണ്ട് വന്നതല്ലാതെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എന്തെല്ലാം പോകണമല്ലോ. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങളുടെ അവസാനത്തെ പോക്കായിരിക്കും അങ്ങോട്ടേക്ക്. അതായത് ഫ്ലാറ്റിലോട്ട് അവസാനമായിട്ടായിരിക്കും ഇനി പോകുമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ ഒരു കീ ഉണ്ട്, സ്പെയർ കീ നമ്മളെടുത്ത് അത് അവർക്ക് കൊടുക്കണം. നേരത്തെ ഒരു കീ കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിൽ അവസാനമുള്ള കീയും നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അതും കൂടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് പോയത്. ഇതൊക്കെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം വരുന്നു. ഇപ്പോൾ കുറേ വർഷം ഇവിടെ തന്നെ താമസിച്ചു, ഇപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് പോലെ വന്ന് പോവാം എന്നൊക്കെ വെച്ചിട്ട് നമുക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. പിന്നെ ഈ ലിഫ്റ്റ് കണ്ടോ, നമ്മളൊക്കെ ഒരുപാട് മിറർ സെൽഫിയും വീഡിയോസൊക്കെ എടുത്ത ഒരു ലിഫ്റ്റായത്. ഇതിന് ഇന്ന് ഇല്ലെന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമാകുന്നുണ്ട്. ഫ്ലാറ്റിൻ്റെ എൻട്രൻസാണ് ഇത് തുറന്നിട്ട് അത് കയറുവാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഏകദേശം എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവിടെ ഭയങ്കര കാലിയായി കിടക്കുന്നുണ്ട്. പിന്നെ ജനലെന്തോ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് അതൊക്കെ ഉള്ളിലോട്ട് കയറി ഫുള്ളും അലങ്കോലമായിരിക്കുന്ന സംഭവം. താമസമില്ലാത്ത വീട് എത്രത്തോളം നശിക്കുമെന്ന് പറയുന്നത് അത് ഇതിന് ഒരു ഉദാഹരണമാണ്. ഒരാഴ്ച ആയതേ ഉള്ളൂ നമ്മളിവിടുന്ന് മാറിയിട്ട്. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു കോലം തന്നെ മാറി, ഒരുപാട് മാറി. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു എ സിയും പിന്നെ ഒരു വാട്ടർ ഹീറ്ററും ഉണ്ടായി. അത് അഴിച്ചു കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ അതും കൂടി അഴിച്ച് വെക്കും എന്നൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പോയത്. പക്ഷേ എ സി പണിക്കാർ വന്നിട്ട് അയച്ചു വെച്ചായിരുന്നു, ഹീറ്റർ വെച്ചില്ല. ഞങ്ങളുടെ ഈ കിച്ചണിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എല്ലാം ഇനി ഇല്ലല്ലോ. ഫ്ലാറ്റിലെ ലൈഫ് എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെ ലൈഫാണ്. അപ്പോൾ അതിനി ഉണ്ടാവില്ല എന്ന്. പിന്നെ ഈ ഫ്ലാറ്റിൽ ഭയങ്കര പഴകിയതായിരുന്നു കേട്ടോ. ഈ ബാത്റൂമൊന്നും വർക്ക് ചെയ്യാവില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര നശിച്ച് എന്തോ തീരെ ആൾതാമസം ഇല്ലാത്ത പോലെ, ഒരു വർഷങ്ങളെ ആൾതാമസം ഇല്ലാത്ത പോലെ ഇപ്പം ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ വീട്ടിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ നമ്മളാട്ടിക്കാളും മുമ്പ് നശിച്ചു പോകുമെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട് ഇത്രയും അലങ്കോലമായിട്ടുണ്ട്, ഈ ചുമരൊക്കെ ഇത്രയും വൃത്തികേടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയില്ല കേട്ടോ. ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ അത് കണ്ടിട്ട് ഇത് ഇപ്പോൾ കാണുമ്പോഴെന്തോ പോലെയുണ്ട്. ഫുള്ളും അയ്യോ ഇവിടെ ആയിരുന്നല്ലോ ഉണ്ടായേന്ന് ഒരു ചിന്തയായിപ്പോൾ വരുന്നത്. പക്ഷേ കുഴപ്പമില്ല. എത്രയായാലും ഒരു 4-5 വർഷം ഇവിടെ തന്നെ താമസിച്ച്, 4-5 വർഷമല്ല കേട്ടോ, അതിലും കൂടുതലായെന്ന് തോന്നുന്നു ഇവിടെ ഈ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഈ റൂം എല്ലാം ഒരുപാട് മെമ്മറീസ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഫാമിലിയിലായിട്ട് വന്നിട്ട് നമ്മൾ നിൽക്കുന്നത് അയ്യോ നല്ല എന്തായാലും മിസ്സാവും. കാരണം ഫ്ലാറ്റിലെ ലൈഫ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത് നമുക്കിനി എവിടെ പോയി നിന്നാലും കിട്ടൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഫ്ലാറ്റിൽ ഈ ജീവിതം. മുറ്റമൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം ഈ ബാൽക്കണി വന്നിരിക്കൂലേ, അത് തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചായയും കൊണ്ട് വന്നിരിക്കുക എന്നൊക്കെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നു ഞങ്ങളുടെ ഗാർഡൻ്റെ ആ ഒരു കിണറിൻ്റെ ഏരിയ. അതുപോലെ സിറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തത് ആ ഒരു ഇതിന് വേണ്ടിയാണ്. കാരണം വൈകുന്നേരം ചായയൊക്കെ കുടിക്കുമ്പോൾ എല്ലാവരും കൂടി പുറത്ത് പോയി അവിടെ നിന്ന് കുടിക്കുക, ഒരു വൈബ് വേറെ തന്നെയല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോയിൽ കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫായ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വീഡിയോസ് ഇടാനും കുറച്ചും കൂടി ആക്റ്റീവായി നിൽക്കാൻ തോന്നുക.
ഇതൊരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ കൊലവാട്ടാണ് കാണുന്നത്. ഒപ്പരം സേബ വന്നായിരുന്നു. സേബാനെ കൂട്ടി വീട്ടിലെത്തിച്ചില്ല, ഉപ്പനെ വീട്ടിൽ നിർത്തിച്ചു. കാരണം ആരെങ്കിലും വരും വീട് കാണാനായിട്ട്. അതുകൊണ്ട് ഉപ്പനോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മളാണ് ഇങ്ങോട്ട് വന്നത്. ഫ്ലാറ്റിൻ്റെ കോലം കണ്ടിട്ട് ഞങ്ങൾക്ക് അടിച്ച് വരാനേ തോന്നിയിട്ടില്ല, ഒരുപാട് പണിയുണ്ടാവും. അതുകൊണ്ട് അവിടെ താഴെ മറ്റേ ഈ ഫ്ലാറ്റിനെ ക്ലീൻ ചെയ്യുന്ന 2 ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, അവർക്ക് പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും, എന്നാലും സാരില്ല, അവർ ചെയ്യുമല്ലോ, വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ മോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയായിരുന്നു. ഇവിടെ പിന്നെ ഒന്നുമില്ല, ഞാൻ എടുത്തിട്ടുമില്ല. അതാ അതിൻ്റെ വിറ്റ്. ഞാൻ എടുത്തിട്ടുമില്ല, ക്ലീൻ ചെയ്യാൻ വന്നിട്ട് ആ സാധനം എടുത്തിട്ടില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുത്തു, അവർ ചെയ്തോളൂ എന്ന്. അവർ ഫ്രീ ഉണ്ടാവും ഇവിടെ വന്നിട്ട് അവരെല്ലാം ചെയ്തിട്ട് അവസാനത്തെ കീയും അത് വാച്ച്മാൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കും. എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. ഒരു അവസാനത്തെ ആഗ്രഹം പോലെ ഈ കോളും ബെല്ലൊന്നും കൂടി ഇടണമെന്ന്. അതൊക്കെ ഇട്ടിട്ട് ആ ഒച്ചയൊക്കെ നമുക്ക് ഇതൊക്കെ ഒരുപാട് മെമ്മറീസാണ് നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഓരോ മൊമെൻറ്റ്സും. ഇതൊക്കെ ഭയങ്കര ഇത് നമുക്ക് എത്ര മറക്കാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഫ്യൂച്ചറിൽ, അതായത് എൻ്റെ കുട്ടികൾക്കും സേബാക്കും അവർക്കൊക്കെ നന്നായിട്ടിത് നോക്കാം. ഇങ്ങനെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, വീഡിയോസൊക്കെ കാണുമ്പോൾ. അതൊക്കെ ഭയങ്കര ഒരു രസമാണ്. പിന്നെ അവിടുന്ന് ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ അവരെ ഏൽപ്പിച്ച ശേഷം ഞങ്ങൾ നേരെ ഗ്യാസിൻ്റെ ഓഫീസിലോട്ടാണ് പോയത്. ഞങ്ങളിപ്പോൾ വീട് മാറിയതിന് ശേഷം അഡ്രസ്സ് മാറ്റണമല്ലോ ആ ബുക്കിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ മാറുമല്ലോ, അത് ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്താലേ നമുക്ക് ആ വീട്ടിലോട്ടേക്ക് ഗ്യാസ് എത്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്യാസ് കഴിഞ്ഞിരിക്കും, അതുകൊണ്ട് ഇത് ചെയ്താലേ ഞങ്ങൾക്ക് അടുത്ത ഗ്യാസിന് ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ പോയിട്ട് ചെയ്തു. പിന്നെ നേരെ വീട്ടിൽ തിരിച്ച് വന്ന് പിന്നെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇത് ചെമ്മീൻ മസാലയാണ്. ഇത് വേറെ തന്നെ ഒരു പുളിയൊക്കെ വറ്റിച്ച് വെക്കുന്ന ഒരു മസാല. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാച്ചാ ബൈ ബൈ.